ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ പുതുവർഷത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ ന്യൂ ഇയർ ഡേയിൽ എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ തൊട്ട് തലേ ദിവസം ന്യൂ ഇയേഴ്സ് ഈവിന് ഒരു ബോട്ട് റൈഡിനൊക്കെ പോയിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ക്ലിപ്പ് ഇവിടെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ 1-ാം തീയതി ഒരു വീക്കെൻഡ് ആയിരുന്നല്ലോ, ഹോളിഡേ ആണ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മളുടെ വാക്കിംഗ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വേഗം തന്നെ താഴെ കുറച്ച് എനർജറ്റിക് ആയിട്ട് ഉഷാറായിട്ട് നമ്മൾ ഡേ തുടങ്ങുമ്പോൾ നമ്മളുടെ ഒരു വർഷം തുടങ്ങുകയും കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ലാസ്റ്റ് ഇയറിൽ നമ്മുടെ ഫിറ്റ്നസ്സിന് നല്ല ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം തുടങ്ങുമ്പോൾ അങ്ങനെ തന്നെ തുടങ്ങട്ടെ, ആ ഫിറ്റ്നസ് റുട്ടീനൊക്കെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളൊരു അങ്ങനെയുള്ളൊരു വിചാരത്തിൽ രാവിലെ തന്നെ വന്ന് നമ്മൾ നടക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജിമ്മിൽ വന്നാൽ ചെയ്യുന്ന ആദ്യ കാര്യം AC ഓൺ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സ്മാർട്ട് വാച്ചില്ലേ അതിനകത്ത് സ്പോർട്സ് മോഡിലിട്ടിട്ട് ട്രെഡ്മിൽ എന്ന് വെച്ചിട്ട് നമ്മളുടെ ടൈമർ സ്റ്റാർട്ട് ചെയ്യും. ടൈമർ തന്നെ എല്ലാ കാലറീസും എല്ലാം തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അതിന് ശേഷം നമ്മളുടെ ട്രെഡ്മിൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ തലേ ദിവസം പുറത്തൊക്കെ പോയി കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. പിന്നെ കുറച്ച് മടി പിടിച്ചു. അപ്പം കിച്ചൺ അത്ര നീറ്റായിട്ടൊന്നും അല്ല ഇട്ടേക്കുന്നത്, പാത്രങ്ങൾ കഴുകാനുണ്ട്. എന്തായാലും രാവിലെ നമുക്ക് ഉഷാറായിട്ട് തുടങ്ങാമെന്ന് വെച്ചിട്ട് രാവിലെ തന്നെ കിച്ചണിൽ വന്ന് പണികൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ ഡയറ്റ് ഫുഡൊക്കെ ആയിരുന്നല്ലോ, മിക്കവാറും ഓട്സ് പുട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കഴിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് രാവിലെ അരിഭക്ഷണം എൻ്റെ ഡയറ്റിൽ അലൗഡാണ്. എന്നാലും ഞാൻ മാക്സിമം പറ്റുമ്പോഴൊക്കെ എനിക്ക് ഓട്സ് പുട്ടോ ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ കഴിക്കാൻ നോക്കും കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ഇടിയപ്പവും എഗ് റോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നത്തെ ദിവസം എന്തായാലും ആ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഒരു കൊതിയും വന്നു. അപ്പോൾ എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ എഗ് റോസ്റ്റ് ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. കുക്കറിൽ മുട്ട പുഴുങ്ങാൻ വെച്ചു. നമുക്ക് മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ പറ്റില്ല കേട്ടോ എനിക്ക്. അപ്പോൾ ഞാനൊരു എക്സ്ട്രാ എഗ്ഗ്, എനിക്ക് 2 എഗ്ഗ് വൈറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ എഗ്ഗൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറികൾ ഉണ്ടാക്കുമ്പോൾ സവാള ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞ് തന്നെയാണ് കേട്ടോ ഇടാറ്. നമ്മൾ കുഞ്ഞായിട്ട് അരിയുമ്പോഴത്തേനും കുട്ടികൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. അതിങ്ങനെ ഒരുപാട് അവരെ കറിയിലൊക്കെ എടുക്കുമ്പോൾ. പിന്നെ അതുപോലെ ഒരുപാട് പൊടിയായിട്ട് അരിയുമ്പോഴും ടേസ്റ്റ് കുറച്ച് മധുരിപ്പ് കൂടുതൽ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും കറികൾക്ക് നീളത്തിൽ തന്നെയാണ് അരിയുക, ചോപ്പർ കുറവാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ റെസിപ്പിയൊന്നും അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. സവാള അധികം എടുക്കും. പിന്നെ അതിന് ശേഷം നമ്മുടെ സാധാരണ പോലെ ഞാൻ ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കുക, പച്ചമുളക് ചേർക്കുക, പിന്നെ തക്കാളി, പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്നൊരു കുഴമ്പൻ പരുവാകുമ്പോഴത്തേനും ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. അതല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം കൂടി ചേർത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ്. ചിലർക്ക് അങ്ങനെ ഇതായിട്ടായിരിക്കും ഇഷ്ടം, തേങ്ങാപ്പാൽ ഇല്ലാതെ ആയിരിക്കും ഇഷ്ടം. അപ്പം നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാലുള്ളത് തന്നെയാണ് ഇഷ്ടം. പിന്നെ ചിലർ ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുക്കറിലൊരു വിസിൽ കൊടുക്കും കേട്ടോ. അപ്പം സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റായ ഇടിയപ്പവും എഗ് റോസ്റ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കാറില്ല. ആദ്യത്തെ മന്തിലൊന്നും ഞാൻ ചായ കുടിക്കാറില്ലായിരുന്നു. ഇപ്പം ഞാൻ ചെറുതായിട്ട് ചായ കുടിച്ചു തുടങ്ങിയിട്ടുണ്ട്, 1/2 കപ്പ്. പക്ഷെ ഞാൻ അതിനകത്ത് നമ്മുടെ ശർക്കര പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ കോക്കനട്ട് പാം ഷുഗർ എന്ന് പറഞ്ഞിട്ട് കിട്ടും, അതും ചേർക്കലുണ്ട്. നമ്മുടെ സാധാരണ പഞ്ചസാര ഞാൻ ചേർക്കലില്ല കേട്ടോ. പിന്നെ കുറച്ച് ലോണ്ട്രി ഒക്കെ ചെയ്തു. സാറ്റർഡേ ആയതുകൊണ്ട് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്ന ദിവസമായിരുന്നു. അപ്പോൾ എല്ലാ റൂമിൻ്റെയും ബെഡ്ഷീറ്റ്സ് ചേഞ്ച് ചെയ്തു. പിന്നെ കുറച്ച് തുണി മടക്കി വെച്ചു. അപ്പോൾ എനിക്ക് ഒരുപാട് പണികൾ ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം ന്യൂ ഇയർ ആയിട്ട് അന്നത്തെ ദിവസം കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാമെന്ന് തന്നെയാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബെഡ്ഷീറ്റ്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം.
പിന്നെ നമുക്ക് പറ്റുന്ന പോലെ മതിയെന്ന് തോന്നുവാണെങ്കിൽ അപ്പം നിർത്താം. ആ ഒരു രീതിയിലാണ് കേട്ടോ പണികൾ എടുത്തിരുന്നത്. ലഞ്ച് എന്തായാലും പുറത്തുനിന്ന് കഴിക്കാമെന്ന് പ്ലാൻ ഇട്ടിരുന്നു. അപ്പോൾ നമുക്ക് മാക്സിമം റിലാക്സ് ചെയ്തിരിക്കാം. അപ്പം എന്നാലും ബെഡ്ഷീറ്റ്സൊക്കെ ഒന്ന് മാറ്റുമ്പോൾ റൂംസിനൊക്കെ ഒരു ഡിഫറൻസ് തോന്നുമല്ലോ. ബാക്കി പണികളൊക്കെ തന്നെയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എന്തായാലും ഒരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്കും ഉച്ചയ്ക്കാണെങ്കിൽ ഹെവി ആയിട്ട് കഴിക്കണമെന്നില്ലായിരുന്നു. എനിക്കും ചപ്പാത്തിയാണ് കഴിക്കേണ്ടിയിരുന്നത്. അപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടലാകുമ്പോൾ അവിടെ ചപ്പാത്തിയും എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഊട്ടുപുര എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാൻ 2 ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയാണ് കഴിച്ചത്. മൊത്തത്തിലൊരു റിലാക്സിങ് ഡേ ആണല്ലോ. അപ്പോൾ തിരിച്ചു വന്ന് ലഞ്ചൊക്കെ പുറത്തുനിന്ന് കഴിച്ചു. തിരിച്ചു വന്നിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചിരിക്കാം. അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ദിവസങ്ങൾ വളരെ കുറവാണെന്ന് തന്നെ പറയാം. അപ്പം അന്നത്തെ ദിവസം എന്തായാലും ഫ്രീ ആയിരുന്നുകൊണ്ട് ഞാൻ ഈ ബുക്ക് എനിക്ക് തുടക്കത്തിൽ ഭയങ്കര ഡ്രാഗിങ് ആയിട്ട് തോന്നിയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. മർഡർ മിസ്റ്ററി ആണല്ലോ. അപ്പം ഇപ്പം പോയിറോട്ട് വന്നതോടുകൂടി ഇൻവെസ്റ്റിഗേഷനൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കിപ്പോൾ എല്ലാ ദിവസവും വായിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഫിക്ഷൻ വായിക്കണത്. അപ്പോൾ വൈകുന്നേരം പുറത്ത് പോകാൻ എന്തായാലും പ്ലാൻ ഉണ്ടായിരുന്നു. ബീച്ചിൽ പോകാനാണ് കേട്ടോ പ്രോഗ്രാം. അപ്പോൾ പുതുവൈപ്പ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് തന്നെയുള്ള ബീച്ചിലാണ് പോകുന്നത്. അപ്പോൾ റെഡിയായി നല്ല എക്സൈറ്റഡ് ആയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ബീച്ചിൽ ചെന്നപ്പോൾ ഭയങ്കര തിരക്കും ബഹളവും. അപ്പം നമ്മൾ ഓർത്തു എന്താണ് ഇത്ര തിരക്ക്. അപ്പോൾ നോക്കിയപ്പോൾ ബീച്ചിൻ്റെ ഗ്രൗണ്ടിൽ ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് കാർണിവൽ പോലെ നടക്കുമായിരുന്നു കേട്ടോ. ജയൻറ്റ് വീലും ഒരുപാട് റൈഡുകളും അങ്ങനെ ശരിക്കും ഒരു കാർണിവൽ തന്നെ. അപ്പോൾ ഒരുപാട് ആൾക്കാരും നല്ല തിരക്ക് പിടിച്ചൊരു സമയമായിരുന്നു കേട്ടോ. കുറച്ച് ടെൻഷൻ ഉണ്ടായി. തിരക്കുള്ള സ്ഥലമായിരുന്നെങ്കിലും കൂടിയിട്ട് കുറച്ചൊരു ഹാപ്പിനെസ്സും ആൾക്കാരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാനും ഒക്കെ നല്ലൊരു രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബീച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സന്തോഷമാണല്ലോ. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആയിരുന്നു. സൺസെറ്റ് മിസ്സായില്ല എന്ന് പറയാം. പിന്നെ പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ അപ്പം തന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറേ ആളുകളൊക്കെ ഒഴിഞ്ഞുപോയി. ഞങ്ങൾക്ക് പിന്നെ കുടയുണ്ടായതുകൊണ്ട് കുടയിൽ നിന്നു. നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല കേട്ടോ. വെള്ളത്തിലിറങ്ങിയാൽ പിന്നെ തിരിച്ച് പോരാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതാ കാർണിവലൊക്കെ നല്ല രസമായിട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് പേര് ഒരുപാട് റൈഡുകളും പല കുട്ടികൾക്ക് ഇങ്ങനെ ബലൂണിൽ ജമ്പ് ചെയ്ത് ഒരു ബലൂൺ പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് വരില്ലേ, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ നമ്മുടെ വീഗാലാൻഡിൽ റൈഡുകൾ പോലത്തെ പല റൈഡുകളും ഉണ്ടായിരുന്നു കേട്ടോ. പോകുന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം റോഡൊക്കെ നല്ല ചെളിയായി. കുറച്ചധികം ദൂരം നടക്കേണ്ടി വന്നു. ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ രാത്രിക്കലത്തെ ഡിന്നർ ഇതാ നമ്മുടെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ കഴിച്ചത്. അവിടെയും കുറച്ച് ഡെക്കറേഷൻസൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ന്യൂ ഇയർ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ. ഞാൻ കുറച്ച് ഹാപ്പി ആൻഡ് റിലാക്സ്ഡ് ആയിട്ടാണ് ന്യൂ ഇയർ തുടങ്ങിയത്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എനിക്ക് പൊതുവേ ഇപ്പം കുറേ ദിവസങ്ങളൊക്കെ കുറച്ച് സ്ട്രെസ്ഡായിട്ടും തിരക്ക് പിടിച്ചും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ അന്നത്തെ ദിവസം നല്ല ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ നമ്മളെ തന്നെ ഒന്ന് റീചാർജ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് പറ്റുന്ന പോലെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പുറത്ത് പോകുന്നതും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ നമുക്ക് എന്തുമാത്രം എല്ലാവർക്കും സാധിക്കുമെന്നറിയില്ല. പക്ഷേ കുറച്ചെങ്കിലും നമുക്ക് സാധാരണ ലൈഫിൽ നിന്ന് കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനും, അങ്ങനെ സ്ലോ ഡൗൺ ചെയ്യുന്നത് ശരിക്കും നമ്മളെ തന്നെ ഒന്ന് റീചാർജ് ചെയ്യുകയും നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തായാലും പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.